കലണ്ടർ നോക്കി ഒരു പ്രത്യേക ദിവസത്തെ നക്ഷത്രം കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത് ക്രിസ്തുവർഷത്തെ ആണ്ട്, മാസം, തീയതി ഇവയുടെ അടിസ്ഥാനത്തിലാണ്. അത് സർവ്വസാധാരണമായി ഉപയോഗിക്കുന്നതുമാണ്. അത് നോക്കാൻ എല്ലാവർക്കും അറിയുകയും ചെയ്യുക. എന്നാൽ ഒരു വ്യക്തിയുടെ ജന്മനക്ഷത്രമോ ശ്രാദ്ധാദി അനുഷ്ഠാന കർമ്മങ്ങൾക്കുള്ള നക്ഷത്രമോ അറിയുന്നതിന് മലയാള മാസത്തെ ആണ്ടും മാസവും തീയതിയും കൂടി അറിഞ്ഞിരിക്കണം. ക്രിസ്തുവർഷത്തിനും കൊല്ലവർഷത്തിനുമായിട്ട് ഏതാണ്ട് 825 വർഷത്തെ വ്യത്യാസമുണ്ട്. ക്രിസ്തുവർഷത്തെ പുതുവത്സരം തുടങ്ങുന്നത് ജനുവരി 1-നും കൊല്ലവർഷത്തെ പുതുവത്സരം തുടങ്ങുന്നത് ചിങ്ങം 1-നുമാണ്. ഏതാണ്ട് ആഗസ്റ്റ് മാസത്തിൻ്റെ മധ്യമാകുമ്പോഴത്തേക്കും കൊല്ലവർഷത്തെ പുതുവത്സരമായ ചിങ്ങം ആരംഭിക്കും. അതുപോലെ ധനുമാസത്തിൻ്റെ മധ്യഭാഗത്തോടുകൂടി ക്രിസ്തുവർഷത്തെ പുതുവത്സരമായ ജനുവരിയും ആരംഭിക്കും. ക്രിസ്തുവർഷത്തിലെ ഓരോ മാസവും കൊല്ലവർഷത്തിലെ 2 മാസങ്ങൾ ചേർന്നതാണ്. തിരിച്ചും കൊല്ലവർഷത്തിലെ ഓരോ മാസവും ക്രിസ്തുവർഷത്തിലെ 2 മാസങ്ങൾ ചേർന്നതാണ്. ഉദാഹരണമായി 2023 ജനുവരി മാസത്തെ കലണ്ടറിൽ വലതുവശത്ത് മുകളിലായി കൊല്ലവർഷത്തെ ആണ്ടും അതിൽ ചേർന്നിട്ടുള്ള മാസങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കലണ്ടറിലെ ഓരോ കാണത്തിലും ക്രിസ്തുവർഷത്തെ തീയതി കാണിച്ചിരിക്കുന്നതോടൊപ്പം ഇടതുവശത്ത് താഴെയും വലതുവശത്ത് മുകളിലുമായി മലയാള മാസത്തിലെ തീയതിയും കാണിച്ചിട്ടുണ്ട്. അതിനോട് ചേർന്ന് ആ ദിവസത്തെ നക്ഷത്രവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലതുവശത്ത് താഴെയായി കാണിച്ചിരിക്കുന്ന 2 തീയതികൾ ശകവർഷത്തിൻ്റെയും മുസ്ലിം അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യമുള്ള ഹിജ്റ വർഷത്തിൻ്റെയും തീയതികളാണ്. ഉദാഹരണമായി 2023 ജനുവരി 18-ാം തീയതിയിലെ നക്ഷത്രം ഏതെന്ന് നോക്കാം. 2023 ജനുവരി 18 എന്ന് പറയുന്നത് കൊല്ലവർഷം 1198-ാം ആണ്ട് മകരമാസം 4-ാം തീയതിയാണ്. ആ ദിവസത്തെ നക്ഷത്രം അനിഴമാണ്. 25.25 നാഴിക എന്നാണ് കലണ്ടറിൽ കാണിക്കുന്നത്. ഒരു നാഴിക എന്ന് പറയുന്നത് 60 വിനാഴിക ചേർന്നതാണ്. ഒരു നാഴിക 24 മിനിറ്റുമാണ്. അങ്ങനെ വരുമ്പോൾ 2.5 നാഴിക ചേരുന്നതാണ് 1 മണിക്കൂർ. 2.5 വിനാഴിക ചേരുന്നത് 1 മിനിറ്റും ആയിരിക്കും. ഇവിടെ 25 നാഴിക 45 വിനാഴികയ്ക്ക് 10 മണിക്കൂർ 18 മിനിറ്റ് എന്ന് കണക്കാക്കാം. ഇത് സൂര്യോദയത്തിന് ശേഷമുള്ള സമയമാണെന്ന് അറിയണം. ഇനി അന്നത്തെ സൂര്യോദയ സമയം കാണണം. കലണ്ടറിൻ്റെ ഇടതും വലതുമായി 2 മാസത്തെ സൂര്യോദയ സമയം കൊടുത്തിരിക്കും. അതിൽ ഇടത് കാണുന്നത് മേളിലുള്ള മാസത്തെയും വലത് കാണുന്നത് താഴെയുള്ള മാസത്തെയും സൂര്യോദയം ആണ്. ഇവിടെ നമുക്കറിയേണ്ടത് ജനുവരി മാസം 18-ാം തീയതിയിലെ സൂര്യോദയ സമയമാണ്. ഇടതുവശത്ത് കാണുന്ന ജനുവരി മാസത്തെ സൂര്യോദയം നോക്കുമ്പോൾ ജനുവരി 15-ാം തീയതി 6:54 എന്ന് കാണുന്നു. പിന്നെ ജനുവരി 20-ാം തീയതി 6:55 എന്നും കാണുന്നുണ്ട്. സൂര്യോദയം എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല. 4-5 ദിവസം കൂടുമ്പോൾ സൂര്യോദയത്തിൽ 1 മിനിറ്റിൻ്റെ വ്യത്യാസം വരും. ജനുവരി 18 എന്നത് 15-നും 20-നും ഇടയ്ക്കായതുകൊണ്ട് ജനുവരി 15-ലെ സൂര്യോദയം തന്നെ നമുക്ക് സ്വീകരിക്കാം. അതായത് ജനുവരി 18-ലെ സൂര്യോദയം 6:54 എന്ന് കണക്കാക്കാം. ഈ സമയത്തോടുകൂടി അനിഴം നക്ഷത്രത്തിൻ്റെ ദൈർഘ്യമായ 10 മണിക്കൂർ 18 മിനിറ്റ് കൂട്ടുമ്പോൾ 17:12 എന്ന് കിട്ടും. 17:12 എന്ന് പറയുന്നത് 5:12 PM ആണ്. അതായത് അന്ന് വൈകിട്ട് 5 മണിക്കൂർ 12 മിനിറ്റ് വരെ, അതായത് 5:12 PM വരെ അനിഴം നക്ഷത്രമാണ് എന്നർത്ഥം. അതിനുശേഷം തൃക്കേട്ട നക്ഷത്രവുമാണ്. സൂര്യോദയത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ വേറെ ചില കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഉത്തരായണം, ദക്ഷിണായനം എന്ന 2 അയനങ്ങളുണ്ട്. അതിൽ മകരമാസം 1 മുതൽ മിഥുനമാസം അവസാന തീയതി വരെ ഉത്തരായണ കാലമാണ്. കർക്കടകം 1 മുതൽ ധനുമാസം അവസാന തീയതി വരെ ദക്ഷിണായന കാലവുമാണ്. ഉത്തരായണ മധ്യമായ മേടം 1 മുതൽ പകൽ വർദ്ധിച്ചും രാത്രി കുറഞ്ഞും വരുന്നതാണ്. അതുപോലെ ദക്ഷിണായന മധ്യമായ തുലാം 1 മുതൽ
രാത്രിയേറിയും പകൽ കുറഞ്ഞും വരും. അതിനനുസരിച്ച് ഉദയത്തിന് വ്യത്യാസം വരും. മേഷാദൗ പകലേറുന്നു, രാത്രി അന്നത്ര കുറഞ്ഞു പോവും. തുലാദൗ രാത്രിയേറുന്നു, പകലെന്നത്ര കുറഞ്ഞു പോവും എന്ന് പ്രമാണവുമുണ്ട്. മലയാള മാസത്തിലെ തീയതികൾ 30 31 ആയിരിക്കും. ചില മാസത്തിൽ 29 ചില മാസത്തിൽ 32 വരാറുണ്ട്. നക്ഷത്രങ്ങൾ 27 അങ്ങനെ വരുമ്പോൾ മലയാള മാസത്തിൽ ആദ്യവും അവസാനവും ഒരേ നക്ഷത്രം ആവർത്തിച്ച് വരുന്നതായി കാണാം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആദ്യം വരുന്ന നക്ഷത്രങ്ങൾ ശ്രാദ്ധാദി കാര്യങ്ങൾക്കും അവസാനം വരുന്ന നക്ഷത്രങ്ങൾ പിറന്നാളിനും സ്വീകരിക്കേണ്ടതാണ്. അങ്ങനെ സ്വീകരിക്കുന്നതാണ് സമ്പ്രദായം. ഇവിടെ ഉദാഹരണമായി ചേർത്തിട്ടുള്ളത് മാതൃഭൂമി കലണ്ടറാണ്. കലണ്ടറുകൾ പല പ്രസിദ്ധീകരണങ്ങളുണ്ട്. അവ എല്ലാം ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അല്പസ്വല്പം വ്യത്യാസം പലതിലും ഉണ്ടായിരിക്കും.